ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാവനയും സൂര്യയും മോഹനന്റെ വീട്ടിൽ നിന്നും തിരിച്ചു പോകുന്ന സമയത്താണ് ജാനകി ഫോൺ വിളിക്കുന്നത് ഭാവനയുടെ ഫോണിലേക്ക്. എന്നിട്ട് എന്തായി മോളെ കാര്യങ്ങൾ, അവനെ കണ്ടു, ആ മോഹനനോട് വല്ലതും ചോദിച്ചറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം മനസ്സിലായി, വല്യമ്മ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ മോഹൻ അമ്മാവൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നത്. പക്ഷേ അവരവിടെ സന്തോഷത്തിൽ സദ്യ കഴിക്കുകയായിരുന്നു എന്ന് പറയട്ടോ. അത് കേൾക്കുമ്പോൾ ജാനകി പറയണേ, ഞാൻ പറഞ്ഞില്ലേ അവർ തന്നെയാവും ഭാനുവിനെയും ഗായത്രിയെയും കാണാതായതിൻ്റെ പിറകിൽ. എന്തായാലും അവൻ്റെ കരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കായിരുന്നില്ലേ എന്ന് ഭാവനയോട് ജാനകി ചോദിക്കുമ്പോൾ ഭാവന പറയണേ, എന്തിനാണ് വല്യമ്മ അയാളെ അടിച്ച് നമ്മുടെ കൈ ചീത്തയാക്കുന്നത്, അത്രയ്ക്ക് ദുഷിച്ച മനസ്സാണ് അവരുടേത് എന്ന് പറയട്ടോ. അപ്പോഴാണ് ഭരത്തിന്റെ കോള് വരുന്നത്. ഭരത് സൂര്യയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് പറയണ, ഭാനു എവിടെയാണുള്ളത് എന്നുള്ളത് മനസ്സിലായി, ജയേഷിന്റെ കസ്റ്റഡിയിലാണെന്ന് പറയട്ടോ. അപ്പോൾ സൂര്യ പറയണ, ഞാനും ഭാവനയും കൂടി മോഹനന്റെ വീട്ടിൽ പോയിരുന്നു എന്നുള്ള കാര്യം പറയണ. ആ സമയത്ത് ജയേഷിനോട് ഞങ്ങൾ ചോദിച്ചതാണ്, എങ്കിൽ ഇപ്പം തന്നെ നീ ജയേഷിനെ കസ്റ്റഡിയിൽ എടുക്കണം എന്ന് സൂര്യ പറയുമ്പോൾ ഭരത് പറയണ, ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് പോയിരുന്നു, ആ സമയത്ത് മോഹനൻ അമ്മാവനും ജയേഷും അവിടെ ഇല്ല എന്നാണ് പറഞ്ഞത് എന്ന് പറയട്ടോ. എങ്കിൽ ജയേഷ് എവിടെയാണെങ്കിലും നീ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം, ഭാനുവിനെ കുറിച്ച് അവൻ അറിയാമായിരിക്കും എന്ന് പറയണ. ഞങ്ങളുടെ കയ്യിൽ നിന്നും ഞങ്ങളുടെ കസ്റ്റഡിയിൽ നിന്നും അവൻ ഒരിക്കലും രക്ഷപ്പെടില്ല, അവൻ എവിടെ പോയി ഒളിച്ചാലും ഞങ്ങൾ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും എന്നും പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. അങ്ങനെ ഭാവന ജാനകിയോട് ഭരത് ഫോൺ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. ഈ സമയം രമേശനും സേതുവും കൂടി ആ ഗുണ്ടയെ പിന്തുടർന്നുകൊണ്ട് മോഹനന്റെ ഗോഡൌണിൽ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ ആരും അറിയാതെ അവർ ആ ഗോഡൌണിന്റെ ഉള്ളിലേക്ക് കയറുമ്പോഴത്തേക്കും മോഹനെ ഗായത്രി കൊണ്ട് ഒപ്പിടിപ്പിക്കാൻ വേണ്ടി രജിസ്ട്രാളെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും. എന്നിട്ട് രജിസ്ട്രാളെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി കൊടുത്തിട്ട് ഇവിടെ ഗായത്രിയെ കൊണ്ട് ഒപ്പിടിപ്പിക്കണം എന്ന് പറയട്ടോ. അങ്ങനെ ഗായത്രിയുടെ കെട്ടഴിച്ചു കൊടുക്കുകയാണ്, കയ്യിലെ മാത്രം കെട്ടഴിച്ചു കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് ഗായത്രിയോട് പറയണേ, നീ മര്യാദയ്ക്ക് ഇവിടെ ഒപ്പിടണം എന്ന് പറയുമ്പോൾ ഗായത്രി പറയണേ, നീ എന്ത് തന്നെ ചെയ്തിട്ടും കാര്യമില്ല മോഹന, ഞാൻ ഇതിൽ ഒപ്പ് വെക്കില്ല എന്ന് തീർത്ത് ഗായത്രി പറയണ. അപ്പോഴത്തേക്കും സേതുവും രമേശനും കൂടി അവിടേക്ക് വരിക കേട്ടോ. എന്നിട്ട് അവർ ഗുണ്ടകളെ ഒന്നും കാണാതെ ഒളിച്ചു നിന്ന് നോക്കുന്ന സമയത്താണ് അമ്മയെ കെട്ടിയിട്ടിരിക്കുന്നത് കാണുന്നത്. അതോടുകൂടി രമേശനും സേതു അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. എന്നിട്ട് സേതു അവരുടെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് രമേശൻ പറയണേ, വേണ്ട, ഇപ്പോൾ സേതുവേട്ടൻ അവിടേക്ക് പോവണ്ട, ഈ സമയത്ത് അവിടേക്ക് പോയാൽ അത് അപകടമാണ്, ഞാൻ എത്രയും പെട്ടെന്ന് സൂര്യനെ വിളിക്കട്ടെ, സൂര്യയോട് കാര്യം പറഞ്ഞ് ഇവിടേക്ക് വരാൻ വേണ്ടി പറയാം എന്നും പറഞ്ഞ് രമേശൻ പുറത്തേക്ക് ഇറങ്ങി സൂര്യയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെ സൂര്യ പറയാണ് ഭാവനയോട്, രമേശനാണല്ലോ വിളിക്കുന്നത് എന്ന് പറയട്ടോ. എന്നിട്ട് ഫോൺ എടുക്കണേ, എന്താണ്, എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളിപ്പോൾ സേതുവേട്ടനും ഞാനും കൂടി ഇപ്പോൾ മോഹനന്റെ ഗോഡൌണിലാണ് ഉള്ളത്, എത്രയും പെട്ടെന്ന് സൂര്യണ്ണൻ ഇവിടേക്ക് വരണം, ഇവിടെ ഗായത്രി അമ്മയെ കെട്ടിയിട്ടിരിക്കുകയാണ്, നമ്മൾ സംശയിച്ചതുപോലെ ഇവർ തന്നെയാണ് ഇതിന്റെ പുറകിൽ എന്ന് പറയട്ടോ. അങ്ങനെ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്ന സ്ഥലത്താണ് എന്ന് രമേശൻ പറഞ്ഞു കൊടുക്കണേ. ഫോൺ വെച്ച ശേഷം സൂര്യയും ഭാവനയും കൂടി രമേശൻ പറഞ്ഞ ആ സ്ഥലത്തേക്ക് പോവാട്ടോ. അപ്പോൾ ഭാവന ഭരത്തിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് പറയണ, അമ്മ എവിടെയാണുള്ളത് എന്ന് മനസ്സിലായി, എത്രയും പെട്ടെന്ന് ഭരത്തെ നീ അവിടേക്ക് വാ എന്ന് പറഞ്ഞ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അങ്ങനെ ഭരത്തും പോലീസുകാരും കൂടി ഗായത്രിയുള്ള ഭാഗത്തേക്ക് പോവാണ്. സൂര്യയും ഭാവനയും കൂടി വരാൻ കേട്ടോ. അപ്പോഴത്തേക്ക് ഗായത്രിയെ ഭീഷണിപ്പെടുത്തി മോഹനൻ ഒപ്പിടാൻ വേണ്ടി നോക്കുകയാണ്. എന്നിട്ട് ഗുണ്ടയുടെ കയ്യിൽ കത്തി കൊടുക്കുകയാണ്. എന്നിട്ട് ഗായത്രിയുടെ കഴുത്തിലേക്ക് കത്തി വെക്കുകയാണ് കേട്ടോ. മര്യാദയ്ക്ക് നീ ഒപ്പിട്ടോ, അല്ല എന്നുണ്ടെങ്കിൽ നിന്റെ ജീവൻ ഇതോടുകൂടി ഇല്ലാതാവും എന്ന് പറയുമ്പോഴും ഗായത്രി ഒട്ടും തന്നെ വിട്ടുകൊടുക്കാതെ ഒപ്പ് വെക്കില്ല എന്ന് തന്നെ തീർത്ത് പറയാണ്. അങ്ങനെ അമ്മയെ എന്തെങ്കിലും ചെയ്യുമെന്ന് മനസ്സിലാക്കിയ സേതു അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്, എടാ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഗുണ്ടകളെയൊക്കെ അടിച്ച് നിലംപരിശമാക്കുകയാണ് കേട്ടോ സേതു. അങ്ങനെ സേതു എല്ലാവർക്കും കണക്കിന് കൊടുക്കുകയാണ്, മോഹനനും അനിരുദ്ധനും ഗുണ്ടകൾക്കും ഒക്കെ കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സേതുവിന് അവർക്കാർക്കും പിടിക്കാൻ പോലും കഴിയുന്നില്ല. സേതു വെപ്രാളം പിടിച്ച് കൊതറിയും കൊണ്ട് എല്ലാവരും നന്നായിട്ട് തന്നെ അടിച്ചു പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെ സേതുവിനെ കാണുമ്പോൾ ഗായത്രിക്ക് ഒരുപാട് ആശ്വാസമാവും കേട്ടോ. സേതു മോനെ എന്ന് പറഞ്ഞ് എടറിയും കൊണ്ട് വിഷമത്തോടെയും സന്തോഷത്തോടെയും സങ്കടത്തോടെയൊക്കെ അങ്ങ് വിളിക്കാൻ കേട്ടോ, മോനെ സേതു എന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്കും മോഹനനും അനിരുദ്ധനും ഗുണ്ടകളൊക്കെ പാടെ കൂടി ചേർന്ന് സേതുവിനെ അങ്ങ് കെട്ടിയിടാൻ കേട്ടോ. എന്നിട്ട് സേതുവിനെ നേരെ വയറ്റിലേക്ക് കത്തിയെടുത്ത് കുത്താൻ വേണ്ടി മോഹൻ അങ്ങ് ആഞ്ഞു കുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോഴത്തേക്കും ഗായത്രി കണ്ണടച്ചും കൊണ്ട് സേതു എന്ന് പറഞ്ഞ് അങ്ങ് വിളിക്കുകയാണ്. അപ്പോൾ സേതുവും കരുതാണ് മോഹൻ എൻ്റെ വയറ്റിലേക്ക് കത്തി ഇറക്കി കയറ്റുമെന്ന് തന്നെ അങ്ങ് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് സേതു കണ്ണ് തുറന്ന് നോക്കുന്ന സമയത്ത് മോഹനെ കത്തിയെടുത്ത് കുത്തിയിട്ടുണ്ടാവില്ല, വയറിൻ്റെ അതുവരെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗായത്രിയും പെട്ടെന്ന് കുത്തിയിട്ടുണ്ടാകുമോ എന്നുള്ള ഇതിൽ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ സേതുവിനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാവാൻ കേട്ടോ. അപ്പോൾ ഗായത്രി അങ്ങ് നെടുവീർപ്പ് വിടുകയാണ്. എന്നിട്ട് പറയണേ, എൻ്റെ മോനെ ഒന്നും ചെയ്യരുത്, ഞാൻ ഒപ്പിട്ട് തരാം എന്ന് പറയുമ്പോൾ സേതു പറയണേ, ഇല്ല അമ്മേ, ഒപ്പിട്ട് കൊടുക്കരുത്, എന്നെ എന്ത് ചെയ്താലും കുഴപ്പമില്ല, എന്നെ അവർ കൊന്നോട്ടെ, എന്നാലും അമ്മ ഒരിക്കലും ഇവൻ്റെ ഭീഷണിക്ക് മുന്നിൽ ഒപ്പിട്ട് കൊടുക്കരുത് എന്ന് സേതു പറയണം. അപ്പോഴത്തേക്കും രമേശൻ അവിടേക്ക് ചെല്ലുകയാണ്. രമേശൻ, എൻ്റെ അണ്ണനെ ഒന്നും ചെയ്യരുത്, വിടടാ എന്ന് പറഞ്ഞ് രമേശൻ അവിടേക്ക് ചെല്ലട്ടെ. അപ്പോഴത്തേക്കും രമേശനെയും ഗുണ്ടകളൊക്കെ കൂടി ചേർന്ന് അങ്ങ് കെട്ടിയിടാണ്. എന്നിട്ട് സേതുവിനെയും രമേശനെയും ഒരു കയറിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി അങ്ങ് കെട്ടിയിടാണ്. എന്നിട്ട് ഒന്നും ചെയ്യരുത് എന്ന് അപ്പോഴൊക്കെ ഗായത്രി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രമേശനും പറയണ, അമ്മ എന്ത് തന്നെ ചെയ്താലും ശരി ഒപ്പിട്ട് കൊടുക്കരുത് എന്ന് പറയുമ്പോൾ ഗായത്രിക്ക് സേതുവിന് എന്തെങ്കിലും സംഭവിക്കുമോ, രമേശ്
രമേശിനെയും സേതുവിനെയും ഉപദ്രവിക്കുമോ എന്നുള്ള പേടിയിൽ ഒപ്പിട്ട് തരാമെന്നങ്ങ് തീരുമാനിക്കുകയാണ്. അപ്പോഴത്തേക്കും സൂര്യയും ഭാവനയും ആ ഗോഡൗണിൽ എത്താണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറണം. അപ്പോൾ മോഹനൻ അവിടെ ഇരുന്നുകൊണ്ട് 1 മുതൽ 10 വരെ ഞാൻ എണ്ണും, അതിൻ്റെ മുന്നേ നീ ഒപ്പിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്റെ മകനെ ഞാൻ കൊന്നുകളയുമെന്ന് വീണ്ടും ഭീഷണിപ്പെടുത്തി സംസാരിക്കുകയാണ്. അപ്പോൾ ഭരത്തും ഒരു വഴിക്ക് വരുന്നുണ്ട്. അങ്ങനെ ഭരത്തും ഒരുപാട് സ്ഥലങ്ങളിൽ തിരഞ്ഞിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോഴത്തേക്കും സൂര്യ അകത്തേക്ക് കയറട്ടോ. അങ്ങനെ മോഹനൻ 1, 2 എന്ന് പറഞ്ഞ് അങ്ങ് എണ്ണാണ്. അങ്ങനെ 10 എന്ന് പറയുന്നതിൻ്റെ മുന്നേ ഗായത്രി പറയണേ ഞാൻ ഒപ്പിട്ട് തരാമെന്നങ്ങ് പറയട്ടോ. അതോടുകൂടി ഗായത്രിയുടെ കയ്യിലെ കെട്ട് മാത്രം അങ്ങ് അഴിക്കുകയാണ്. അപ്പോൾ വീണ്ടും സേതുവും രമേശനും വേണ്ട വേണ്ട അമ്മേ ഒപ്പിട്ട് കൊടുക്കരുത് എന്ന് തീർത്ത് പറയുമ്പോൾ ഗായത്രി പിന്നെ ഒപ്പിടാൻ വേണ്ടി പേന വാങ്ങി അങ്ങ് ഒപ്പിടാൻ വേണ്ടി ആ പേപ്പറിൽ അങ്ങ് കൈ വെച്ചതോടുകൂടി സൂര്യയും ഭാവനയും അവിടെ എത്തുകയാണ് കേട്ടോ. എന്നിട്ട് സൂര്യ ഒരു ഗുണ്ടയുടെ തലയിലേക്ക് ഒരു വടിയെടുത്ത് ഒരു ഏറങ്ങ് വെച്ച് കൊടുക്കുകയാണ്. അതോടുകൂടി ആ ഗുണ്ട താഴേക്ക് വീഴുകയാണ് കേട്ടോ. അപ്പോൾ ഈ സൗണ്ട് കേട്ട് മോഹനനും അനിരുദ്ധനും എല്ലാവരും തിരിഞ്ഞു നോക്കുമ്പോൾ സൂര്യയെ കണ്ടപ്പോൾ എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ എല്ലാവരും ഇവൻ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ള ഭാവത്തിൽ. അപ്പോൾ അതൊരു ആശ്വാസമാവാണ് ഗായത്രിക്ക്. അപ്പോൾ സേതുവും രമേശനും സൂര്യനെ എത്തി ഇനി ഒരു പേടിയുമില്ല എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ അവരൊക്കെ നിൽക്കുന്നത്. അങ്ങനെ സൂര്യ എല്ലാ ഗുണ്ടകളെയും അനിരുദ്ധനെയും മോഹനെയും ഒക്കെ അടിച്ച് നിലംപരിശമാക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഭാവന പുറകിലൂടെ ചെന്നിട്ട് സേതുവിൻ്റെയും രമേശിൻ്റെയും കെട്ടഴിച്ച് വിടാണ്. എന്നിട്ട് ഗായത്രിയുടെയും കെട്ടഴിക്കുകയാണ് കേട്ടോ. എന്നിട്ട് എല്ലാവരും കൂടി ചേർന്ന് അനിരുദ്ധനെയും മോഹനെയും ഒക്കെ നന്നായിട്ട് തന്നെ അടിച്ച് ഒരു പരുവമാക്കുകയാണ്. അങ്ങനെ തിരിച്ചുണ്ടകൾ ഗായത്രിയെയും ഭാവനയെയും സൂര്യയെയും രമേശിനെയും സേതുവിനെയും ഒക്കെ അടിക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം എതിർത്ത് നിന്നുകൊണ്ട് അവരെ നിലംപരിശമാക്കുകയാണ്, ഗുണ്ടകളെയൊക്കെ നിലംപരിശമാക്കുകയാണ് സേതുവും സൂര്യയും ഒക്കെ രമേശിനൊക്കെ ചേർന്ന്. അങ്ങനെ മോഹനനെ കണക്കിന് കിട്ടുന്നുണ്ട് കേട്ടോ. ഗായത്രിയുടെ കയ്യിൽ നിന്നും ഒരു വടിയെടുത്ത് ഗായത്രി മോഹനൻ്റെ തലങ്ങും വിലങ്ങും അടിച്ചൊരു പരുവമാക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും കൂടി ചേർന്ന് മോഹനെയൊക്കെ പിടിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അവിടേക്ക് ഭരത് കൂടി എത്തുകയാണ്. അങ്ങനെ ഭരത് എല്ലാവരും അങ്ങ് അറസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ രജിസ്ട്രാളെയും ഭരത് അറസ്റ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് പോലീസ് രജിസ്ട്രാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അപ്പോൾ ആ രജിസ്ട്രാൾ പറയുന്നുണ്ട് ഞാനൊന്നും ചെയ്തില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴൊന്നും പോലീസുകാരതൊന്നും കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. അങ്ങനെ രജിസ്ട്രാൾക്കും കണക്കിന് കിട്ടുന്നുണ്ട്. അങ്ങനെ ഭരത് ചോദിക്കുകയാണ് മര്യാദക്ക് സത്യം പറഞ്ഞു എവിടെയാണ് ഭാനു എന്ന് ചോദിക്കുമ്പോൾ മോഹനൻ പറയും ഇല്ല എനിക്കറിയില്ല, സത്യമായിട്ടും എനിക്ക് ഭാനു എവിടെയാണെന്നുള്ളത് എനിക്കറിയില്ല, ഭാനുവിൻ്റെ മിസ്സിംഗ് കേസ് എനിക്കറിയില്ല എന്നൊക്കെ പറയുമ്പോഴും ഗായത്രി മര്യാദയ്ക്ക് നീ സത്യം പറഞ്ഞോ, ഭാനുവിനെ കാണാതായത് പിന്നെ എങ്ങനെയാണ് അനിരുദ്ധൻ അറിഞ്ഞത്, അനിരുദ്ധൻ എന്നോട് പറഞ്ഞതാണല്ലോ ഭാനുവിനെ കാണാതായതുപോലെ നിങ്ങളെ ഓരോരുത്തരെയായി കാണാതാവുമെന്ന്, മര്യാദയ്ക്ക് നീ സത്യം പറഞ്ഞോ എന്ന് ഗായത്രി ചോദിക്കാൻ കേട്ടോ. അങ്ങനെ ഗായത്രി മോഹനൻ്റെ കരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കുന്നുണ്ട്. അതുപോലെ ഭാവനയും മോഹനൻ്റെ കരണം നോക്കി പൊട്ടിക്കുകയാണ് കേട്ടോ. മര്യാദയ്ക്ക് നീ സത്യം പറഞ്ഞോ, ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇനി പുറം ലോകം കാണില്ല എന്ന് പറയട്ടോ. അപ്പോൾ ഗായത്രി പറയണേ നിനക്കെതിരെ ഞാൻ കോടതിയിൽ മൊഴി കൊടുക്കും, നിന്നെ ഞാൻ ഇനി പുറം ലോകം കാണിക്കില്ലടാ, നീ ഒരു പാഠം പഠിക്കാൻ പോകുന്നുള്ളൂ, അത് ഞാൻ കാണുകയും ചെയ്യുമെന്ന് ഗായത്രി മോഹനോട് പറയണേ. അങ്ങനെ മോഹനനെ വീണ്ടും ഗായത്രി നോക്കി ഒന്നങ്ങ് പൊട്ടിക്കുകയാണ് കേട്ടോ. അങ്ങനെ മോഹനൻ തീർത്ത് പറയണേ എനിക്കറിയില്ല എവിടെയാണ് ഭാനു ഉള്ളത് എന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ ഭരത് മോഹനോട് ഇനി ചോദിക്കാൻ പോകുന്നത് മര്യാദയ്ക്ക് നീ പറഞ്ഞോ ജയേഷ് എവിടെയാണുള്ളത് എന്ന് നിനക്കറിയാം, ജയേഷിൻ്റെ മൊബൈൽ നമ്പർ പറഞ്ഞതാ എന്ന് പറഞ്ഞ് ജയേഷിൻ്റെ മറ്റൊരു സിം ഉണ്ടാവും കേട്ടോ, അതിലേക്ക് വിളിക്കുകയാണ്. ആദ്യം എല്ലാവർക്കും അറിയാവുന്ന സിമ്മിൽ വിളിച്ചു നോക്കുന്ന സമയത്ത് അത് സ്വിച്ച് ഓഫ് ആണെന്ന് പറയണം. അങ്ങനെ ജയേഷിൻ്റെ രണ്ടാമത്തെ സിമ്മിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെ ജയേഷിൻ്റെ താവളം കണ്ടെത്താൻ കേട്ടോ. അങ്ങനെ ഭാവനയും സൂര്യയും കൂടി ഇനി ജയേഷിൻ്റെ അവിടേക്ക് ജയേഷ് ഉള്ള സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഈ സമയം ജയേഷ് ആണെങ്കിലോ ഗുണ്ടകളെയും കൂട്ടി ഭാനുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ടുണ്ടാവും. ഭാനുവിനെ കൊന്നു കളയാൻ തന്നെയാണ് കേട്ടോ ജയേഷ് തീരുമാനിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ജയേഷ് ഭാനുവിനെ ബോധം കെടുത്തിയിട്ടാണ് ഇട്ടിട്ടുണ്ടാവുക. അങ്ങനെ ഭാനുവിൻ്റെ മുഖത്തേക്ക് വെള്ളം തെളിച്ച് ഭാനു കണ്ണ് തുറന്ന് നോക്കുന്ന സമയത്ത് എടാ നിന്നെ വെറുതെ വിടില്ലാടാ എന്ന് പറഞ്ഞ് ഭാനു ദേഷ്യപ്പെടുന്ന സമയത്ത് അതിന് നീ ഇനി പുറം ലോകം കണ്ടിട്ട് വേണ്ടേ, നിന്നെ ഞാൻ അങ്ങ് കൊന്നുകളയാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്നൊക്കെ അഹങ്കാരത്തിൽ പറയാൻ കേട്ടോ. അപ്പോഴാണ് ഇനി സൂര്യയും ഭാവനയും അവിടേക്ക് ചെല്ലുന്നത്. അങ്ങനെ സൂര്യയുടെ കയ്യിൽ നിന്നും കണക്കിന് ജയേഷിന് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അവിടേക്ക് ഭരതൊക്കെ എത്താണ്, ഭരത്തും സേതുവും അങ്ങനെ എല്ലാവരും എത്താണ്. ആ സമയത്താണ് ഇനി ഭാവനയ്ക്ക് ആ അപകടം സംഭവിക്കുന്നത്. ജയേഷ് ഭാവനയെ ഒരു തള്ളങ്ങ് വെച്ച് കൊടുത്തതോടുകൂടി ഭാവന വയറടിച്ച് വീഴുകയാണ് കേട്ടോ. അങ്ങനെ ഭാവന വീഴുന്നത് സൂര്യയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കേണ്ടി വരികയാണ്. സൂര്യയൊക്കെ ഗുണ്ടകൾ ചേർന്ന് അടക്കി പിടിച്ചിട്ടുണ്ടാവും, 2 കൈയും ചേർത്ത് അങ്ങ് അടക്കി പിടിച്ചത് കൊണ്ട് ഒന്നും ചെയ്യാനാവാതെ സൂര്യയൊക്കെ നോക്കി നിൽക്കാണ്ട്. അങ്ങനെ ഭാവന വീണതോടുകൂടി സൂര്യ അങ്ങ് കൊതറുകയാണ്. എന്നിട്ട് ഗുണ്ടകളെയൊക്കെ അടിച്ച് നിലംപരിശാക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഭാവനയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. അപ്പോൾ ജയേഷിൻ്റെ കയ്യിലായിരിക്കും ഭാനു ഉണ്ടാവുക. അപ്പോൾ ഭാനു ആണെങ്കിലോ ചേച്ചി എന്ന് പറഞ്ഞ് അലറുകയാണ് കേട്ടോ. എന്നിട്ട് ജയേഷിന് ഒരു തള്ളു വെച്ച് കൊടുത്ത് ഭാവനയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. അപ്പോഴത്തേക്കും ഭരത്തും പോലീസുകാരും അവിടേക്ക് എത്തുകയാണ്. എന്നിട്ട് ജയേഷിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കേട്ടോ. എന്നിട്ട് ഭരത്തിൻ്റെ കയ്യിൽ നിന്നും ജയേഷിന് കണക്കിന് കിട്ടുന്നുണ്ട്, പൊതിരെ നന്നായിട്ട് തന്നെ അടി കിട്ടുന്നുണ്ട്. ഈ സമയം വേദന സഹിക്കാൻ വയ്യാതെ ഭാവന കിടന്ന് പൊളയുകയാണ് കേട്ടോ. അതോടുകൂടി
കൂടി സൂര്യയ്ക്ക് വല്ലാതെ പേടിയാവുകയാണ്. കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ, ഭാവനയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടി വരികയാണ്. പ്രത്യേകം ഡോക്ടർ പറഞ്ഞ കാര്യം സൂര്യയ്ക്ക് ആ സമയം ഓർമ്മ വരികയാണ്. ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ കുഞ്ഞിനും അമ്മയ്ക്കും അത് ദോഷമാണെന്ന് പറഞ്ഞ ആ കാര്യം സൂര്യയ്ക്ക് ഓർമ്മ വരികയാണ് കേട്ടോ. അങ്ങനെ സൂര്യ പേടിയോട് കൂടി ഭാവനയെ വാരി എടുത്തുകൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഒപ്പം തന്നെ ഭാനുവും കൂടി ചെല്ലുകയാണ്.